ഞാൻ അവിടെ ഏഷ്യാന്റെ പൊറോട്ട ചിക്കൻ കിടന്ന് ഉറങ്ങിയാണ് രാത്രി. പ്രിൻസിപ്പാലത്തിൽ കിടന്ന് ഉറങ്ങിയത്. ഉറങ്ങിയ ഒരു 12 മണിയാകുമ്പോൾ ഒരു കോള്. ഞാൻ ഏത് സ്റ്റേഷനിലെ ഒരു SI ആണ്. നോബി ഇവിടെ. ആടാ നോബി ഇവിടെ ഒരു അപ്പോൾ അങ്ങനെ ആരും ചോദിക്കുന്നില്ല. ഞാൻ ആടാ അവൻ റൂമിൽ കാണും. മര്യാദയ്ക്ക് പറ നോബി ഇവിടെ നിനക്കറിയാം. ഞാൻ പറ്റില്ല പടാ. അറിയുന്നില്ല ഞാൻ അറിയുന്നില്ല. ഞാൻ പറ്റിച്ചെന്ന് വിചാരിച്ചു. ഞാൻ ആരെല്ലാം വിളിച്ച് വട്ടളൊക്കെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോ കാണാൻ വേറൊരാള് ഇവന്റെ ഈ ആര്യയുടെ ബന്ധുവിൽ ഒരാൾ നമുക്ക് അറിയായിരുന്നു. ആ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേക്ക് നോബി ആര്യയും വിളിച്ചോണ്ട് പോയെന്ന്. എന്റെ പകുതി ഉയിര് പോയി. രാവിലെ പോലീസിൽ പോരുമ്പോ എനിക്കാണെങ്കിൽ തേളയടി. അവിടെ അറിയാലോ. അപ്പം പിന്നെ വൈകിട്ടായപ്പോ അറിഞ്ഞ് പിന്നെ ഇതായി പോയി. പിന്നെ ആ SI എന്നെ വിളിച്ചില്ല. ആ SI ഇപ്പൊ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അബദ്ധം പറ്റിയതാണെന്ന് കേട്ടോ. ഞാൻ അറിഞ്ഞ പോലുമില്ല. ഈ അഖിലെ ഈ 50,000 രൂപ ഇന്റർകാസ്റ്റ് മാരിന് എന്തോ എവിടുന്നോ കിട്ടുമായിരുന്നല്ലോ. അത് അടിച്ചു മാറ്റിയാരായിരുന്നു? ഞാനല്ല. വേറെ ദൈവോപദേശം കൊടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അല്ല നമ്മളത് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു 50,000 രൂപ. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി സാർ. അത് അല്ല ആ 50,000 രൂപയിലായിരുന്നു നമ്മുടെ കണ്ണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അറിയാമെങ്കിൽ ഞാൻ ഇതും കൊണ്ടല്ലേ സാർ അവിടെ നിന്ന് പോകുമായിരുന്നു. അവിടെ ഞാൻ റൂം എടുത്ത് കിടന്നല്ലേ. 6 മാസം കഴിയുമ്പോൾ നമ്മൾ പോയി ചെല്ലുമ്പോൾ അവർ തരും. കല്യാണം കഴിഞ്ഞ് 6 മാസം ഇതെല്ലാം മറന്നുപോയി സാർ. എല്ലാം പോയി. ഇപ്പൊ പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയല്ലോ. ഇപ്പൊ വളരെ ഓമന മകനായിരിക്കും. അങ്ങനെയാണല്ലോ എല്ലാ ഇന്റർകാസ്റ്റ് മാരേജിന്റെ അവസാനം. എന്താണ് കുട്ടേട്ടാ? നോബി, പണ്ടൊരിക്കൽ കാവനാട് എന്ന സ്ഥലത്ത് പ്രോഗ്രാം കഴിഞ്ഞ് വാഹനം നിർത്തിയപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരാണ് ആനയുടെ പുറത്ത് തിളച്ച കട്ടൻ ചായ ഒഴിച്ചത്? ഏത് സാമൂഹ്യ ദ്രോഹിയാണ്? ഇപ്പൊ അകത്താവാനുള്ള വകുപ്പ് അത്. അതാണ് ഞാനല്ല കേട്ടാ. അറിഞ്ഞോ അറിയാതെ നോബിയല്ല. അല്ല സാർ, അത് നമ്മള് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കൊല്ലം സൈഡായിരുന്നല്ലോ. കാവനാട് കൊല്ലമാണല്ലോ. കാവനാട്. അപ്പൊ ഓച്ചറ സൈഡ് അവിടെ ആയിരുന്നു പ്രോഗ്രാം. അപ്പം ഓച്ചറ സൈഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നീണ്ടകര പാലത്തിൽ കൂടെ കയറി വന്ന സമയത്ത് ഒരു ആന ഓടുന്നു. പാപ്പാനുണ്ട് പാലത്തിൽ കൂടെ ഓടുകയാണ് ആന. ഉണ്ട് ഒരു പാപ്പാൻ ബാക്കിൽ നിന്ന് ഓടുന്നു. ആന കൂടെ ഓടുന്നു. അപ്പൊ ഞങ്ങള് പ്രോഗ്രാം വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ആന ഇങ്ങനെ ഓടുന്നു. ഇതെന്താണ് വിരണ്ടു വരികയാണോന്ന് അറിയില്ലല്ലോ. അപ്പൊ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് നിർത്തല വിട്ടോ കാര്യം ആന വന്ന് വണ്ടിയിൽ അങ്ങനെ തട്ടിയാലോ എന്നും പറഞ്ഞ് വണ്ടി നേരെ വിട്ടു. കാവനാട് ഒരു തട്ടുകടയുടെ ഫ്രണ്ടിൽ കൊണ്ടാണ് നിർത്തി. ചെറിയ ലൈറ്റൊക്കെ ഉണ്ട്. അവിടെ 2-3 ചായ കുടിക്കാതെ ഇറങ്ങാം. ഞാൻ വണ്ടിക്കകത്തിരുന്നു. കുറെ പേര് ഇറങ്ങി. നമ്മളെ ട്രൂപ്പിലുള്ള കുറച്ച് പേര് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആന അവിടെ എത്തി. വണ്ടിയുടെ സൈഡ് ഞാൻ ഗ്ലാസ് ഫുള്ള് പിടിച്ചിട്ട് ബാക്കിയുള്ള കുറെ പേര് വെളിയിലുണ്ട്. ഈ ഓടിയ പാപ്പല്ലേ ആ കടയിൽ നിന്ന് ഒരു കട്ടൻ ചായ മേടിച്ച് ഈ മേളിലെ പാപ്പാന് കൊടുത്തത് അയാളെ കയ്യിൽ നിന്ന് ഈ കട്ടൻ ചായ ചുളുമ്പി ഈ ആനയുടെ പുറത്ത് കഴിഞ്ഞു. ചൂട് കട്ടൻ ചായ. എന്നിട്ട് ഈ പാപ്പാൻ ആ തട്ടുകട, അപ്പൊ നമ്മളെ കൂടെ ഉള്ള കുറെ പേര് തട്ടുകടയിലുണ്ട്. തട്ടുകടയിലോട്ട് ഈ പാപ്പാൻ കയറി ഈ ആന ഇടിച്ച് ഈ തട്ടുകടയ്ക്കകത്ത് കയറി. തട്ടുകടയ്ക്കകത്ത് കയറിയപ്പോ തട്ടുകടയിലുള്ള എല്ലാവരും ഉണ്ട്. നമ്മളെ ട്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട്. എല്ലാരും ആന പറഞ്ഞിട്ട് ഓടിക്കോളാൻ. എല്ലാരും 4 സൈഡിലോട്ട് വാരി ഓടിയപ്പോ ഒരുത്തം പറയണേ വളഞ്ഞും വളഞ്ഞും ഓടിക്കോളാൻ. ആന ഓടിക്കുമ്പോ വളഞ്ഞും വളഞ്ഞും ഓടണം സാറേ. ആന സത്യത്തിൽ ഓടിയില്ല. നമ്മളെ ട്രൂപ്പിലുള്ള 4 പേര് NH കൂടെ ഇങ്ങനെ ഓടുന്നു. വളഞ്ഞും വളഞ്ഞു ഓടിക്കുക തിരിഞ്ഞു നോക്കുന്നില്ല. അല്ല ആരവരുടെ എവിടെ ഒരു കോമഡി ഉണ്ട് ഓർമ്മ മറ്റേ അത് അലോട്ട് ചെയ്താ. അതായത് പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് 9 മണിയാകുമ്പോൾ പരിപാടി നമുക്ക് സെക്കൻഡ് പരിപാടി ഉണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാരാണ് ഞാൻ ഇവൻ കളിക്കുന്ന ട്രൂപ്പാണ്. അപ്പോഴത്തേക്ക് 9:30 പരിപാടി തുടങ്ങിയാലേ നമുക്ക് 1:30 സെക്കൻഡിന് പോകാൻ പറ്റൂ. അപ്പൊ അവിടെ ആന വരണ്ട്. അപ്പൊ അതുകൊണ്ട് വലുതായിട്ട് ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അന്ന് ഇടഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇത് അതുകൊണ്ടാണ് തുടങ്ങാതിരിക്കുന്നത്. ഇത് നമ്മുടെ ട്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നവൻ കേട്ട് ഈ മണ്ടനെ മൈക്കെടുത്ത് വെച്ച് വിളിക്കുകയാണ്. പ്രിയരെ, പ്രോഗ്രാം തുടങ്ങാൻ താമസിക്കുന്നത് നമ്മളെ കുഴപ്പമില്ല, ആന വരണ്ടോണ്ടാണെന്ന്. ഇത് കേട്ട ആൾക്കാരങ്ങ് പാനിക്കായി. അങ്ങനെ കമ്മിറ്റിക്കാരൻ പറഞ്ഞു എന്താടാ വിളിച്ചു പറയണം മൈക്കിൽ കൂടെ ആന വരണ്ടെന്ന് പറയാൻ പറ്റും. ആൾക്കാർ മൊത്തം പേടിക്കൂലേ. മൈക്കെടുത്തിട്ട് പ്രിയരെ, ആന വരണ്ടെന്ന് പറഞ്ഞത് വെറുതെയാണ്, ചില ദുഷ്ടശക്തികൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അവന്റെ തലക്കിട്ടടിച്ചു കൊടുത്തത്. അതാണ് ഈ ആന വരണ്ടെന്നൊക്കെ ചിരി വരുന്ന കേട്ടതാണ്. ദുഷ്ടശക്തി. അഖിലിന്റെ കല്യാണം നേരെ വഴിക്കായിരുന്നു. ഞാൻ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഇത്രയും കലാപ്രകടനത്തിന് പോയിട്ട് ഒരാളെ ഇതുപോലെ ഒന്നുമില്ല ലാ കോളേജിലോ ഒക്കെ പോയി കാണുമല്ലോ. സത്യോട സാറിന്റെ മുമ്പ് പ്രേമ വിവാഹം സത്യോട അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷേ പെണ്ണിനെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. കൈക്ക് വിരലുണ്ടല്ലോ. കൈക്ക് വിരലുണ്ട്. ലവ് വിത്ത് അറേഞ്ച്ഡ്. ലവ് വിത്ത് അറേഞ്ച്. എന്റെ കുഞ്ഞമ്മയുടെ മോളുടെയാണ് വൈഫിന്റെ അനിയത്തി പഠിച്ചത്. അപ്പൊ അങ്ങനെ എനിക്ക് അറിയായിരുന്നു. ഒരു ദിവസം ഞാൻ വന്ന് ഇങ്ങനെയൊക്കെ നിന്ന് അഭ്യർത്ഥന നടത്തിയത് നമ്മളെ വീട്ടിൽ പോയി ചോദിച്ചു
ആ ഞാനല്ല പോയി ചോദിച്ചത്. ഞാൻ വിചാരിച്ചു, എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഈ ഗൾഫിൽ പോയ സമയം നോക്കിയാണോ ആരും ചോദിച്ചത്? ഗൾഫ് കഴിഞ്ഞ് വന്നിട്ടാണ് അത് കഴിഞ്ഞു. അമ്മ ടോർച്ച് അടിച്ചോണ്ട് പോണോ അന്ന് ആലോചിക്കണം. അപ്പൊ ഭയങ്കര ഒരിക്കലും മാത്രല്ല റോഡിൽ നിൽക്കുന്ന അമ്മ അങ്ങോട്ട് കയറ്റാനല്ലേ. അപ്പൊ എന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിനെ വിട്ട് ഞാൻ ചോദിപ്പിച്ചു. അവര് ഞെട്ടിയോ? അവർ ഞെട്ടിയൊന്നുമില്ല. അവരൊന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ചിലപ്പോ റെഡിയായി. അവരും നമ്മളെ പോലെ തന്നെ ഒരു സാധാരണക്കാരായിരുന്നു. അങ്ങനെ കെട്ടിച്ചു തന്നു. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. രണ്ട് ആര്? അവര് ഹാപ്പി, ഞാനും ഹാപ്പി.